മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോയാണെങ്കിൽ സമനില തെറ്റിയിരിക്കുന്ന പ്രതാപനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് പ്രതാപനാണെങ്കിൽ മാർക്കോയോട് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്നു. അതിനിടയിൽ മുത്തശ്ശിയാണെങ്കിൽ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ വില പോകുന്നില്ല. പ്രതാപൻ മുത്തശ്ശിയെ തള്ളി മാറ്റിക്കൊണ്ട് മാർക്കോയോട് പറയുന്നുണ്ട്, കണ്ണൻ്റെ അച്ഛൻ വിശ്വനാഥനെ കൊന്നുകളഞ്ഞത് താനാണെന്നും അതിന് ഏകസാക്ഷി മഹാലക്ഷ്മിയാണെന്നും അവൾ എന്നോട് വണ്ടി നിർത്തി രക്ഷിക്കെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ സത്യങ്ങളൊക്കെ തന്നെ തുറന്നടിക്കുകയാണ്. ഈ സമയം മാർക്കോയാണെങ്കിൽ ആദ്യം വിശ്വസിക്കുന്നില്ലെങ്കിലും പിന്നീട് പ്രതാപൻ്റെ വായിൽ നിന്നും വരുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പ്രതാപനെ കൊല്ലാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ഒരു ബന്ധവുമില്ലാതെ ഓരോ പാട്ടും പാടി വിശ്വനാഥന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പ്രതാപനെ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ലെന്നും സത്യങ്ങൾ എന്താണെന്ന് തീർച്ചപ്പെടുത്തണമെന്നും അറിയാനായിട്ട് മാർക്കോയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുകയാണ്. മഹിയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മിയും കേട്ടതൊക്കെ തന്നെ സത്യമാണെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് മാത്രമാണ് കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഒരു മടിയും കൂടാതെ താൻ വന്നതെന്നും ഇതൊക്കെ ഒരു ദൈവനിയോഗമാണെന്നും താനും കണ്ണേട്ടനും കാണുന്ന അമ്മ ഒരേ അമ്മയായിരിക്കണം, എന്തുകൊണ്ട് അയ്യപ്പസ്വാമി തന്നെയാണ് ഞങ്ങളെ ചേർത്ത് വെച്ചതെന്നൊക്കെ മാർക്കോയോട് പറയുന്നു. ഇക്കാര്യം മഹാലക്ഷ്മി കണ്ണൻ സാറിനോട് മറച്ചു പിടിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അറിയാം. സത്യങ്ങൾ മറച്ചു പിടിച്ചതിൽ കണ്ണേട്ടനെ ഒരുപക്ഷെ എന്നെ വെറുക്കും. അതിൽ എനിക്ക് നല്ല പേടിയുണ്ട് മാർക്കോ എന്നൊക്കെ മഹി പറയുന്നു. ഇനി തൽക്കാലം ഒന്നും അറിയാൻ നിൽക്കട്ട. പക്ഷേ ആദ്യം നമ്മളിവിടെ വായ തുന്നിക്കെട്ടേണ്ടത് പ്രതാപൻ്റേതാണ്. കാരണം അയാൾ എല്ലാവരോടും സത്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഉണ്ണിയും ദുർഗയൊക്കെ തന്നെ കാണാൻ ചെന്നാൽ അയാൾ അത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും. നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് കണ്ണൻ സാറ് പ്രതാപനെ കാണരുത്. അങ്ങനെ കണ്ടാൽ അറിയാമല്ലോ മഹാലക്ഷ്മിയുടെ പേര് കൂടിയും അയാൾ പറയും. അതോടുകൂടിയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ വിള്ളൽ സംഭവിക്കുമെന്നൊക്കെ പറയുമ്പോൾ മഹിയാണെങ്കിൽ ആകെ പേടിക്കുന്നു. എന്തായാലും സമാധാനപരമായിട്ട് ഇരിക്കെ, ഞങ്ങളിത് ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് മാർക്കോ. അങ്ങനെ മഹിക്കാണെങ്കിൽ അവിടെ വെച്ച് സമാധാനം നഷ്ടപ്പെടുകയാണ്. എന്തായാലും മഹി പേടിച്ചതുപോലെ തന്നെ കണ്ണനാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ പ്രതാപനോട് ചോദിക്കുകയാണ്, ഞങ്ങളെ കൊല്ലാൻ നോക്കിയത് കൊണ്ടല്ലേ പ്രതാപ തനിക്കിപ്പോൾ ഈ ഗതി വന്നത്? തൻ്റെ കാലുകൾ ഒടിഞ്ഞു പോയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിൻ്റെ വേദനയൊന്നും എനിക്ക് അറിയുന്നില്ല മോനെ. നിൻ്റെ അച്ഛൻ വിശ്വനാഥൻ, അവൻ എൻ്റെ ഉറ്റ സുഹൃത്താണ്. അവരിഷ്ടപ്പെട്ടതൊക്കെ തന്നെ ഞാനിപ്പോൾ ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ, എന്തൊക്കെയാണോ താനീ പറയുന്നത്? സമനില തെറ്റിപ്പോയെന്നൊക്കെ കണ്ണനാണെങ്കിൽ പ്രതാപനോട് ചോദിക്കുന്നു. ആ മോനെ, സമനില തെറ്റി. പിന്നെ മോനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഒരു സത്യം മോനോട് തുറന്നു പറയാനുണ്ട്. അങ്ങനെ പ്രതാപൻ കണ്ണനോടും സത്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നു. ഇത് കേട്ട് കണ്ണനും ആകെ ഷോക്കാവുകയാണ്. കണ്ണൻ പ്രതാപനെ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്, മാർക്കോ ചെയ്തതുപോലെ തന്നെ. പക്ഷേ ഇനിയും സത്യങ്ങൾ വരാനുണ്ടെന്ന് പ്രതാപൻ പറയുകയാണ്. മുഴുവനായിട്ട് കണ്ണൻ കേൾക്കുമ്പോൾ അതിൽ വാമദേവൻ്റെ പേര് വരുന്നു. വാമദേവൻ കൂടിയും ഉൾപ്പെട്ടിട്ടുള്ള കൊലപാതകമാണെന്നും വാമദേവൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും കമ്പനിയിലെ ക്രമക്കേടുകൾ മറച്ചു പിടിക്കാനായിട്ട് വിശ്വനാഥൻ്റെ ജീവൻ എടുക്കാൻ അയാൾ എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല മോനെ. ആ വാമദേവനാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്നൊക്കെ പ്രതാപൻ പറയുന്നു. ഇതിൽ ശരിക്കും ഞാനൊരു കയ്യാളായെന്ന് മാത്രം, അതിലുപരി തനിക്ക് യാതൊരു പങ്കുമില്ല എന്നൊക്കെ പ്രതാപൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. തൻ്റെ നിഴൽ പറ്റി ഇത്രയും കാലം ജീവിച്ചിരുന്ന ആ വാമദേവൻ തന്നെയാണ് തൻ്റെ അച്ഛനെ കൊന്നു കളഞ്ഞെന്നുള്ള സത്യം മനസ്സിലാക്കാനും അംഗീകരിക്കാനുമായിട്ട് കണ്ണന് സാധിക്കുന്നില്ല. എന്തായാലും കണ്ണൻ മാർക്കോയെയും ലോപ്പസിനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് വാമദേവനെ കാണണമെന്ന് പറയുമ്പോൾ, സാറ് പേടിക്കണ്ട, ഞങ്ങൾ എത്തിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവനുമായിട്ട് മാർക്കോ എത്തുകയാണ്. എന്തായാലും മാർക്കോയുടെ 2-3 അടിയൊക്കെ വാമദേവൻ കൊള്ളുന്നുണ്ട്. ഈ സമയം കണ്ണൻ്റെ മുന്നിൽ നിന്ന് വാമദേവൻ പറയുകയാണ്, മോനെ ഈ മാർക്കോയോട് എന്നെ ഒന്ന് വെറുതെ വിടാൻ പറയേ. അതിന് മാർക്കോയല്ലോടോ തന്നെ കൊല്ലാൻ പോകുന്നത്, ഈ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ എൻ്റെ അച്ഛൻ എന്തിനാ താൻ ഇല്ലാതാക്കിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എണ്ണി കാര്യങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് ലോപ്പസിൻ്റെ അടുത്ത് കത്തി എടുക്കാനായിട്ട് പറയുകയാണ്. ലോപ്പസ് അത് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും അവിടെ വെച്ച് വാമദേവൻ്റെ കഥ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ തന്നെ മഹിയുടെ ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം മാത്രമായിരുന്നു. അവളാണെങ്കിൽ ആ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എന്തായാലും താൻ വിചാരിച്ചതുപോലെയും പേടിച്ചതുപോലെയും ഉറപ്പായിട്ടും കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുമെന്ന് മഹി ഊഹിക്കുകയാണ്. കാരണം സ്വപ്നം കണ്ടതൊക്കെ തന്നെ നടന്നിട്ടേ ഉള്ളൂ. ഇനി കണ്ണൻ ഒരു കൊലപാതകി ആവുമോ എന്നുള്ളൊരു പേടി കൂടിയും അവളുടെ മനസ്സിൽ വരുന്നുണ്ട്. ഉറപ്പായിട്ടും പ്രതാപൻ്റെ അടുത്തേക്ക് പോലും കണ്ണനെ കൊണ്ടുപോകാതിരിക്കാനായിട്ട് മഹി കൂടുതൽ ശ്രദ്ധിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മാർക്കോ സത്യങ്ങൾ അറിഞ്ഞ കാര്യം മുത്തശ്ശിയാണെങ്കിൽ കരുണയെ വിളിച്ച് പറയുന്നുണ്ട്. കരുണയാണെങ്കിൽ ആ കാര്യം കേട്ട് ആകെ ഷോക്കാവുന്നു. മാർക്കോ സത്യം അറിഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായിട്ടും അവൻ വെറുതെ ഇരിക്കില്ല. അച്ഛൻ്റെ ഈ അവസ്ഥ കാരണം കൊണ്ട് മാത്രമായിരിക്കണം അവൻ ഒന്നും ചെയ്യാതെ വിട്ടിട്ട് പോയത്. എനിക്ക് പേടിയാവുന്നു. ഇവിടെ ഉണ്ണിയേട്ടനും
അമ്മയും എല്ലാവരും അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ്. അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ട് എത്ര പറഞ്ഞിട്ടും അവരാരും കേൾക്കുന്നില്ല. ഇനി അതുകൂടി സംഭവിക്കേണ്ടേ സത്യങ്ങൾ ഇവർ കൂടി അറിഞ്ഞാൽ എല്ലാം തീർന്നു. പിന്നെ വാമദേവൻ, അയാളാണ് മുഖ്യപ്രതി. അയാൾ മാത്രമാണ് ഇതിൽ കുടുങ്ങാനായിട്ട് പോകുന്നത്. അച്ഛനെ കൊണ്ട് അയാളെ ചെയ്യിപ്പിച്ചത്, അതുമാത്രമാണ് ഒരു സമാധാനം എന്നൊക്കെ കരുണ പറയുന്നു. മോളെ, ആകെ പ്രശ്നമാണ്. ഇവൻ എന്തായാലും പിടിച്ചു നിർത്തിയിട്ടൊന്നും ഇവൻ നിൽക്കുന്ന ലെവലില്ല. എന്നെയൊക്കെ തള്ളിയിട്ടിട്ടാണ് ആ മാർക്കോയുടെ സത്യങ്ങൾ വിളിച്ചു കൂവിയതെന്നൊക്കെ മുത്തശ്ശി പറയുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും മുത്തശ്ശി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരുണയും ആകെ തകർന്നു പോവുകയാണ്. എന്തായാലും മഹാലക്ഷ്മി അടക്കം എല്ലാവർക്കും ടെൻഷൻ കയറുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.